ഇരുട്ടിന്റെ ആത്മാവ്, പെരുന്തച്ഛൻ, പഴശ്ശിരാജ, സതയം, അങ്ങനെ എത്രയധികം സൃഷ്ടികളാണ് ശ്രീ M.T. വാസുദേവൻ നായർ സാറിന്റെ തൂലികയിൽ നിന്നും മലയാളത്തിന് ലഭിച്ചത്. മലയാളത്തിന്റെ മഹാരഥന്മാരായ പ്രേം നസീർ, മധു തുടങ്ങി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടനും മമ്മൂക്കയും വരെ അവരുടെ ആ ഒരു പ്രധാന കാലഘട്ടങ്ങളിൽ M.T. സാറിന്റെ തൂലികയിൽ നിന്ന് പിറന്ന കഥാപാത്രങ്ങളായി അപ്രപാളികളിൽ ജീവിച്ചു. മലയാള സിനിമയ്ക്കും സാഹിത്യത്തിനും നൽകിയിട്ടുള്ള എണ്ണമറ്റ സംഭാവനകളോടെ ജ്ഞാനപീഠം, പത്മഭൂഷൺ, നിരവധി ദേശീയ പുരസ്കാരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും സ്വാഗതം ചെയ്യാം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മനോരഥങ്ങൾ എന്നൊരു മനോരാജ്യം തന്നെ C5-ഉം സരിഗമ ഇന്ത്യ ലിമിറ്റഡും ചേർന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് സമർപ്പിക്കുകയാണ്. Thanks to News Value for making this show possible, and special thanks to Jumping Tomatoes and Blank State Films. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. നമ്മൾ നാലുകെട്ടും മഞ്ഞും കുട്ടിയെടുത്തിയും ഒക്കെ വായിക്കുമ്പോൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ അക്ഷരങ്ങളുടെ ഈ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്രീ M.T. വാസുദേവൻ നായരുടെ 91-ാം പിറന്നാളിന് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ച നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. സിനിമയിൽ വന്ന് ഒരു നടനായി ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാലത്ത് മുതലേ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമായി സ്ക്രീനിൽ വരണം. M.T.യുടെ ഒരു കഥാപാത്രമെങ്കിലും ചെയ്യാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടനും ഉണ്ടാവില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞു, കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ തൻ്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് M.T. സാറിൻ്റെ ഒരു കഥാപാത്രമാവാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചില്ല. അത് ധാരാളമായി കിട്ടിയത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെയാണ്. എനിക്ക് അവരോട് കടുത്ത അസൂയയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, മമ്മൂക്കും ലാലിനും കിട്ടിയതുപോലെ M.T. സാറിൻ്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ആർക്കും കിട്ടിയിട്ടില്ല. അതങ്ങനെയാണല്ലോ, ഈ അമൂല്യമായതെന്തും നമുക്ക് അപൂർവമായിട്ടല്ലേ ലഭിക്കുകയുള്ളൂ. അത് എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരുപാട് മോഹിച്ച് എനിക്ക് അവസാനം അഭയം തേടി വീണ്ടും എന്ന ചിത്രത്തിൽ, സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഞാൻ അതിന് M.T. സാറിനോടും സന്തോഷ് ശിവനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. M.T. സാറിൻ്റെ കഥകൾ വായിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചത് മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേരുന്നു. ദൈവം ആയുസ് കൊടുക്കുന്നിടത്തോളം കാലം സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മനോരഥങ്ങൾ എന്ന ഈ ആന്തോളജി ഫിലിം ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. സർ, എൻ്റെ പിറന്നാൾ ആശംസകൾ. സ്വാഗതം ചെയ്യാണ്. സന്തോഷ് ശിവൻ സാറിന് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. പക്ഷേ ഞങ്ങളുടെ സ്നേഹം അറിയിക്കാതെ അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഇവിടുന്ന് വിടാൻ സാധിക്കുകയില്ല. Mr. Shiju, please come and join us for the honoring ceremony. സന്തോഷ് ശിവൻ സാറിന്റെ അഭയം തേടി വീണ്ടും എന്ന ഈ സിനിമയ്ക്ക് വേണ്ടി ഈ പുരസ്കാരം ഇവിടെ സമർപ്പിക്കുകയാണ്. Mr. Shiju Prabhakaran, Chief Cluster Officer South, will now give the memento for Santhosh Sivan sir. C5-ഉം സരിഗമയും ചേർന്ന് ഒരുക്കുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജിയിലെ അഭയം തേടി വീണ്ടും എന്ന സിനിമയുടെ സംവിധായകനാണ് സർ. 2 വാക്ക് M.T. സാറിന് വേണ്ടി. സാർ നമസ്കാരം. M.T. സാറിനെ വായിക്കാത്ത മലയാളികളില്ല. എൻ്റെയും ബാല്യ കൗമാരങ്ങളെ സമ്പന്നമാക്കിയത്, സമൃദ്ധമാക്കിയത് നാലുകെട്ടും കാലവും തുടങ്ങിയുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ കൃതികൾ തന്നെയാണ്. സിനിമയിലേക്ക് എത്തിയപ്പോൾ ഏതൊരു സംവിധായകനും ആഗ്രഹിക്കുന്നത് പോലെ M.T. സാറിൻ്റെ ഒരു തിരക്കഥ സിനിമയാക്കാനുള്ളൊരു ആഗ്രഹവും സ്വപ്നവും എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും
അദ്ദേഹത്തിനോടത് ചോദിക്കുവാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. അതിനുള്ള യോഗ്യത, അർഹത എനിക്കുണ്ടോ എന്നുള്ള ഉറപ്പ് എനിക്കില്ലാതിരുന്നുകൊണ്ട് തന്നെയാണ്. പക്ഷേ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിലേക്കുള്ള വഴി എൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു. അതിന് കാരണക്കാരനായത് സദയത്തിൻ്റെ നിർമ്മാതാവായ സെവൻ ആർട്സ് വിജയകുമാറാണ്. ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം നിർദ്ദേശിച്ചത് ജൂലിയസ് സീസർ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് അദ്ദേഹത്തോടൊപ്പം ലൊക്കേഷൻ തേടി മൈസൂർ ഭാഗങ്ങളിലൊക്കെ പോകാറുള്ളൊരു ഭാഗ്യവുമുണ്ടായി. എന്നാൽ അത് ഒരു വലിയ പ്രൊജക്റ്റായിട്ടാണ് വിഭാവനം ചെയ്തത്. മലയാളത്തിലെ ഏറ്റവും മുഖ്യ അഭിനേതാക്കളായ ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു മെഗാ പ്രോജക്റ്റായിട്ടാണ് അതിന് കൺസീവ് ചെയ്തത്. പക്ഷേ അന്നത്തെ മലയാള സിനിമയുടെ സാഹചര്യങ്ങളിൽ അത്ര വലിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു സ്പേസ്, ഒരു മാർക്കറ്റ് മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് MD സാർ തന്നെയാണ് നിർദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ പരിധികൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യാമെന്ന്. അങ്ങനെയാണ് സദയത്തിലേക്ക് എത്തുന്നത്. സദയം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ച ഒരു ഘട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോൾ സാറ് ലൊക്കേഷനിലേക്ക് വരുന്ന സമയങ്ങളാണ്. എപ്പോഴൊന്നും സാർ വരാറില്ല, പക്ഷേ വരുന്ന ചില മണിക്കൂറുകൾ ഞാൻ ഏറ്റവും കടുത്ത സമ്മർദ്ദത്തിലായിരിക്കും. കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ, അദ്ദേഹം ഉദ്ദേശിച്ചതാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഉള്ളൊരു വല്ലാത്ത പേടിയുണ്ടായിരുന്നു. പിന്നീട് ആ സിനിമയുടെ ഡബിൾ പോസിറ്റീവ് മദ്രാസിൽ കാണാനായിട്ട് അദ്ദേഹം എത്തിയപ്പോഴും അതിൻ്റെ ഷോ കഴിയുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ കാത്തു നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം എന്താണ് പറയാൻ പോവുക, അദ്ദേഹം ഉദ്ദേശിച്ചൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആ ഭയത്തോടുകൂടി ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ ഒരു കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടാകുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ സിനിമയോടുള്ള അത് കണ്ടതിൻ്റെ ഒരു പ്രതികരണമായിട്ട് ഞാൻ ഏറ്റെടുത്തു. അതാണ് ശരിയെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിൽ അദ്ദേഹം പലയിടത്തും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ആ സിനിമ അദ്ദേഹം ആഗ്രഹിച്ച പോലെ അതൊക്കെ അത് ചെയ്യാനുള്ള ഒരു പ്രാപ്തി എനിക്കുണ്ട് എന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞതും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ നല്ലൊരു പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ആയുസ്സും ആരോഗ്യവും എല്ലാം സന്ദേശം നൽകട്ടെ. ഇനിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളും നമ്മളെ ആസ്വദിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. നമ്മളുടെ സാധാരണ ജീവിതത്തെയാണ് അദ്ദേഹം തൻ്റെ രചനയ്ക്ക് വിഷയമാക്കിയത്. ഒറ്റപ്പെടുന്നവരുടെ, ഏകാധികളുടെ, തിരസ്കൃതരുടെ ഒക്കെ ജീവിത പരിസരത്തിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. തനിക്ക് ഏറെ പരിചയമുള്ള മനുഷ്യരെയും ഭൂവിഭാഗങ്ങളെയും പറ്റി മാത്രമേ MT എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്കവാറും എഴുത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നീളാനദി കാണും, യമുന, എനിക്ക് തോന്നുന്നു ഗംഗ നദിയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത് അവസാന കാലത്ത് വാരണാസിയിലാണ് എന്ന് തോന്നുന്നു. അതുവരെ അദ്ദേഹത്തിന് നിളയുടെ പരിസരങ്ങളിൽ വിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്ത് സഞ്ചരിച്ചിട്ടില്ല. അപൂർവമായി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ എല്ലാവരും വാഴ്ത്തുന്ന രണ്ടാം ഊഴം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ സെക്കൻഡ് ഫിഡിൽ എന്ന് വിളിക്കാവുന്ന, എപ്പോഴും രണ്ടാമതായി പോകുന്ന ആളുകളുടെ ബോധധാരയിലായിരുന്നു MT വാസുദേവൻ നായരുടെ ശ്രദ്ധ. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഹോമേജാണ് ഈ സരിഗമ ഇപ്പോൾ C5മായി ചേർന്ന് ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യുന്ന ഈ 9 സിനിമകളുടെ സമാഹാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സംവിധായകർ, അതിൽ വെറ്ററൻ ഡയറക്ടേഴ്സ് മുതൽ രതീഷിനെയും മഹേഷ്
ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ, ഫഹദ്, ബിജു മേനോൻ തുടങ്ങി ഒട്ടനവധി പ്രധാനപ്പെട്ട നടീനടന്മാർ, അപർണ, പാർവതി എല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ 91ാമത്തെ പിറന്നാളിൽ ഇന്ദ്രജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നടീനടന്മാരും ഏറ്റവും മികച്ച സംവിധായകരും ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകരും ചേർന്ന് ഈ സിനിമയുടെ ഒരു ആന്തോളജി അദ്ദേഹത്തിൻ്റെ 91ാം പിറന്നാളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനം പോകുന്ന ഒരു മുഹൂർത്തമാണ്. I wholeheartedly want to express my gratitude to Saregama for making possible this dream, and the whole industry will be indebted to you forever for making this possible. And I am also expressing my gratitude to C5 to support the project. Thank you so much, Team Saregama and Team C5. അവസാനമായി പറയാനുള്ളത് MT സാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനെ കുറിച്ച് എഴുതിയ ഒരു വാചകം ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അത് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് സാറിനോട് പറയാനുള്ളതാണ്. അത് ബഷീറിനെ കുറിച്ച് അങ്ങ് എഴുതിയതാണ്. എൻ്റെ ഈ മരുപ്പറമ്പിൽ ഇത്തിരി വട്ടത്തിൽ തണലും തണുപ്പും സുഗന്ധവും തന്ന പൂമരം മുളപ്പിച്ച കാലത്തിൻ്റെ ഉർവരതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. MTക്ക് നന്ദി പറയുന്നു. വ്യക്തിപരമായി ഒരു ചെറിയ സംഗതി കൂടി പറയണം. ഈ വേദിയിൽ സാറിൻ്റെ മുമ്പിൽ അത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഞാൻ 90കളുടെ ആദ്യം സാഹിത്യ വിമർശനത്തിൽ കൈവച്ച് ലേഖനങ്ങൾ നിരന്തരം ആഴ്ചപ്പതിപ്പുകളിൽ കയറ്റുമ്പോൾ മടക്ക തപാലിൽ തന്നെ അത് കൃത്യമായി കിട്ടിയിരുന്നു. ഒന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. 98-ൽ KP അപ്പൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ നിരൂപകനെ അതിനിശ്ചിതമായി വിമർശിച്ച് ഞാൻ എഴുതിയ ഒരു ലേഖനം ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുത്തു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് അത് പ്രസിദ്ധീകരിച്ചു. അന്ന് പത്രാധിപർ ശ്രീ MT വാസുദേവൻ നായരായിരുന്നു. എന്നെ പോലെ ആയിരക്കണക്കിന് എഴുത്തിലേക്ക് വരാൻ വെമ്പി നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് വഴികാട്ടിയ ഒരു പത്രാധിപർ കൂടിയായിരുന്നു MT എന്നുള്ളത് ഈ അവസരത്തിൽ മറന്നു പോകരുത്.